ഷീല ചേച്ചി, മറ്റ് പ്രദീപും മറ്റ് മുഴുവൻ്റെ പ്രിയ നിറഞ്ഞവരുമായ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ലക്ഷ്മി പറഞ്ഞ പോലെ ഈ കോളേജിൻ്റെ ഒരു മാഗസിൻ ഒരു പുസ്തകം ഇറക്കണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലിറ്റററി ക്ലബിൻ്റെ ഒരു അംഗമാണെങ്കിൽ കൂടെ തന്നെ എൻ്റെ കോളേജിൽ നിന്നും ഇന്ന് വരെ ഒരു ബുക്ക് ഇറക്കിയിട്ടില്ല എന്നുള്ളൊരു നല്ല സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്രാവശ്യം പുസ്തകം ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 30-ൽ പരം ആൾക്കാരോട് നമ്മൾ ആവശ്യപ്പെട്ടു. ഏതാണ്ട് അത്രയും ആൾക്കാർ എൻ്റെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പേരെ ഒഴിവാക്കി വെച്ചിട്ട് നമുക്കൊരു പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്, സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിലുള്ളവരുണ്ട്. ഇവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അടുത്ത പ്രാവശ്യമൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. അന്നേരം അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായ ഒരാളാണ്. ഈ കോളേജിൽ എടുത്ത എഫേർട്ട് സത്യം പറഞ്ഞാൽ ആ കവർ പേജ് കണ്ടപ്പോൾ തന്നെ എന്തോ നമ്മൾ ഏതാണ്ടൊരു ഭയങ്കര ഒരു വശഭംഗിയിൽ കൂടെ നമ്മൾ പോകുന്ന ഒരു രീതിയാണ്. വളരെ നല്ലൊരു കവർ പേജ്. അതിന് വളരെയധികം താങ്ക്സ് ഇടുക്കി കോളേജിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നല്ലൊരു താങ്ക്സ് പറയുകയാണ്. നമ്മുടെ അക്കാബ് എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെയധികം ഒരു സന്തോഷത്തിൻ്റെ നല്ലൊരു കൂട്ടായ്മയുടെ ഒരു സംഘടനയാണ്. കോളേജൻ അതിനെ മുന്നിൽ നയിക്കുന്നു. കോളേജിൻ്റെ ദീപു അടക്കമുള്ള ടീം മുന്നിൽ നയിക്കുന്നു. അവരിത്തരം സംവിധാനങ്ങളൊക്കെ പുസ്തകം ഇറക്കാനൊക്കെയുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരുമ്പോൾ അക്കാബിനോടുള്ള ഒരു നന്ദി നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞ് അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൂടെ, നാട്ടിൽ നിന്ന് വന്ന ഒരു സുഹൃത്തിനെ കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു നമ്മുടെ അക്കാബിൻ്റെ ഓണത്തിന്. കോളേജിനും അന്നേരം ഞാൻ പറഞ്ഞു ഈ കോളേജ് അലൂമിനികളുടെ ഒരു സംഘടനയാണ് നമ്മുടേത്, അതിൻ്റെ ഒരു ഓണ പ്രോഗ്രാമാണ് വെക്കുന്നത്. അന്നേരം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗത്തൂടെ അന്നേരം പുള്ളിക്ക് ആ ചിന്തകളൊക്കെ പോയി അല്പം റൊമാൻറ്റിക്കും നൊസ്റ്റാൾജിയും എല്ലാം ഇതിനകത്ത് കൂടെ കടന്നുകൂടിയെന്ന് പറയാമല്ലോ. ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഇന്നുവരെ ഇത് പറഞ്ഞിട്ടില്ല കോളേജിനോട്. കോളേജിനും ഷീലാൻ്റെയും കൂടെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് നടന്നു വരിക. അന്നേരം നാട്ടിൽ വന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇത്തിരി പണ്ട് ഒരുമിച്ച് പഠിച്ചതാന്നായിട്ട് തോന്നുന്നു, ഇപ്പോൾ ഇവിടെ വെച്ച് കാണുക. ഞാൻ പറഞ്ഞില്ല, 10-40 വർഷത്തെ ഒരു ദാമ്പത്യ ബന്ധം ഉരുക്കോടുകൂടി ഒരിക്കലും ഒരു നഷ്ടപ്പെടാതെ വളരെയധികം ജോഡിയോടുകൂടി നമ്മുടെ പ്രസ്ഥാനത്തെ ഈ മുന്നിൽ നയിക്കുന്ന രണ്ടുപേരാണ്. അന്നേരം അവരുടെ ഒരു നല്ല ഒരു മനക്കരുത്തും മനസാന്നിധ്യവും നല്ലൊരു നിഷ്കളങ്കമായ പ്രവർത്തനവുമാണ് നമ്മുടെ ഈ സംഘടന ഇത്രയും 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഈ അസോസിയേഷനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിതേ സന്തോഷത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇതിൻ്റെ അടുത്ത ലക്കവും രണ്ടാമത് പുസ്തകവും അടുത്ത പ്രാവശ്യം ഇറക്കുവാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.